ഈ മനുഷ്യന് രോഗം വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലങ്ങ് പതിഞ്ഞു പോയൊരു വിഷയമാണ്. അതേസമയത്ത് ശരീരത്തിൽ വരുന്ന രോഗത്തെ മരുന്നില്ലാതെ തന്നെ കാൽപാദങ്ങളിലൂടെ അത് മാറ്റാൻ പറ്റുമെന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മനുഷ്യന് ഈ അറിവുണ്ട്. പക്ഷേ നമ്മൾ എവിടെയോ വെച്ച് അത് മറന്നുപോയി. ആ മറന്നുപോയ അറിവിനെ വീണ്ടും ഒന്ന് പ്രചാരത്തിലെത്തിക്കുക എന്നുള്ളതാണ് CP's റിഫ്ലക്സ് മർമ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും പ്രതിനിധീകരിക്കുന്ന ന്യൂറോണുകൾ ചെന്ന് അവസാനിക്കുന്ന കാൽപാദങ്ങളിലാണ്. അപ്പോൾ കാൽപാദങ്ങളിൽ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ അതാത് അവയവങ്ങളിലേക്കുള്ള കണക്ഷൻ ബ്രെയിൻ വഴി ചെല്ലുകയും ആ ബ്രെയിൻ വഴി ആ ശരീരത്തിൻ്റെ രോഗാവസ്ഥയെ മാറ്റുവാൻ ആ ന്യൂറോണിൽ കൊടുക്കുന്ന പ്രഷർ കൊണ്ട് അതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പ്രൊസീജിയറിലൂടെ രോഗം മാറ്റാൻ പറ്റുമെന്ന് എത്രയോ യൂണിവേഴ്സിറ്റികൾ, വിദേശ സർവകലാശാലകൾ ആയിരക്കണക്കിന് ആളുകളിൽ റിസർച്ച് നടത്തി കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഇത് പിന്നെ നമ്മുടെ ഈ ഭാരതത്തിലുണ്ടായിരുന്നൊരു ചികിത്സാ സമ്പ്രദായമാണ്. പിന്നെ അമേരിക്കൻ ഇന്ത്യക്കാർക്കിടയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു തെറാപ്പിയെ ഡോക്ടർ വില്യം ഫിറ്റ്സ്ജെറാൾഡ് എന്ന ഡോക്ടർ, ഒരു ENT സർജൻ കണ്ടെത്തുകയും അതിനെ പുള്ളി ഒന്ന് സയൻറ്റിഫിക് ആക്കിയിട്ട് സോൺ തെറാപ്പി എന്നുള്ള പേരിൽ ഡെവലപ്പ് ചെയ്തു. പുള്ളി ജീവിച്ചിരുന്നത് 1872 മുതൽ 1942 വരെയുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ കുറേ മാറ്റങ്ങൾ വന്നു. ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ ആളുകൾ പല പല രീതിയിൽ അതിൽ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ഞങ്ങൾ കേരള സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്ററിൻ്റെ കീഴിൽ, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ഈ കോഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് കുറേ പരിമിതികളുണ്ടെന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കുകയും 2020 മുതൽ അതിൽ കുറേ സയൻറ്റിഫിക് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയും പുതിയ ഫിസിക്സ് തിയറികൾ അനുസരിച്ച് നമ്മൾ ഊർജ്ജത്തെ എങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള തിയറി അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിനൊരു മോഡേണൈസ്ഡ് ആയിട്ടുള്ളൊരു രീതിയിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് CP's റിഫ്ലക്സ് മർമ്മ തെറാപ്പി. അക്യുപങ്ക്ചർ ആയിരക്കണക്കിന് വർഷം മുമ്പുള്ളതാണ്. അക്യുപങ്ക്ചറിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത് താവോയിസ്റ്റ് ഫിലോസഫിയിൽ നിന്ന് വന്നതാണ്. താവോയിസ്റ്റ് ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയോട് യോജിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഇതുതന്നെയാണ് മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ്റെ ക്ലാസ്മേറ്റായിട്ടുള്ള കുചേലൻ അന്വേഷിച്ച് കൃഷ്ണൻ രാജാവായി മാറിയപ്പം രാജാവിനെ കാണാൻ വേണ്ടി കുചേലൻ നടന്നു വന്ന് ആ പാവപ്പെട്ട ബ്രാഹ്മണനെ സ്വീകരിച്ച് കൃഷ്ണൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പാദ ശുശ്രൂഷയാണെന്നുള്ളത് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ ക്ഷീണിച്ചെത്തിയാൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് ഭക്ഷണമോ മറ്റുള്ളതോ അല്ല, പിന്നെ കാലിൽ വരുന്ന ക്ഷീണത്തെ മാറ്റുക എന്നുള്ളതാണ്. അതിൻ്റെ ജീവനെ ഒന്ന് കൂട്ടുക എന്നുള്ളതാണ്. ആ പ്രക്രിയ കാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ മാറ്റിയിട്ട് ഈ റിഫ്ലക്സോളജി എന്ന വാക്കിനെ മാറ്റി നമ്മൾ റിഫ്ലക്സോളജിയിൽ നിന്ന് റിഫ്ലക്സ് എടുത്തു. ഇന്ത്യൻ യോഗാശാസ്ത്രത്തിലുള്ള ചക്ര ഹീലിങ്ങിനിൽ നിന്ന് മർമ്മ എടുത്തു. ഇങ്ങനെ ക്ലബ് ചെയ്തിട്ടാണ് CP's റിഫ്ലക്സ് മർമ്മ തെറാപ്പി ഉണ്ടാക്കിയിട്ടുള്ളത്. അക്യുപങ്ക്ചറിൻ്റെയും റിഫ്ലക്സ് മർമ്മയുടെയും തുടക്കം ഒരു സോഴ്സിൽ നിന്നാണ്. 1 മണിക്കൂറാണ് നമ്മൾ ഒരു സെഷൻ ചെയ്യുന്നത്. ആദ്യത്തെ സെഷനിൽ തന്നെ നിങ്ങൾക്ക് ശരീരത്തിൽ അത് ഫീൽ ചെയ്യപ്പെടും. ആ 10 മിനിറ്റ് 15 മിനിറ്റ് 1 മണിക്കൂറാകുമ്പോഴത്തേക്ക് തന്നെ ശരീരത്തിൽ ചേഞ്ചസ് വന്നു തുടങ്ങുന്നുണ്ട്. ചിലർക്ക് 2 or 3 സെഷൻ എടുക്കുമ്പോഴത്തേക്ക് തന്നെ പൂർണ്ണമായും രോഗങ്ങൾ മാറുന്നുണ്ട്. ചില ആളുകൾക്ക് ക്രോണിക് ഡിസീസസിനൊക്കെ ആണെങ്കിൽ കുറച്ച് നാൾ തുടർ തെറാപ്പികൾ വേണ്ടിവരും.